എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഫോർ മൈ വൈഫിലത്തേക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മുളകരച്ച് കുടംപുളി ഇട്ട് വെച്ച ഒരു അയലക്കറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം തേങ്ങയില്ലാതെ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മുളകരച്ച് ഒരു അയലക്കറിയാണ്. തേങ്ങ ചേർക്കാതെ കുടംപുളി മാത്രമായിട്ട് വെക്കുന്ന ഒരു അയലക്കറി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതിനകത്ത് അയല നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 5 അയലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തേങ്ങയൊന്നും ചേർക്കാതെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചേരുവകളെന്ന് പറയുന്നപ്പോൾ ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി അത് ഞാൻ മിക്സിയിൽ ഇടുകയാണ്. മുളക് പൊടി 4 ടേബിൾ സ്പൂൺ ഇടാം. ഈ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. മല്ലിപ്പൊടി 5 ടേബിൾ സ്പൂൺ, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. ഉലുവ പിന്നീട് കറി കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ചട്ടിയാണ് എടുക്കുന്നത്. ചട്ടിയിലുള്ള കറിയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞു. ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവത മൂത്ത് വന്നു. ഇനി നമുക്ക് ഇതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഇവിടെ 5 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അല്പം വലുതാണ്. ഇതൊന്ന് നോക്കട്ടെ. ഒരു ബ്രൗൺ കളറായി തുടങ്ങി. ഈ ചട്ടിയിലൊക്കെ വയ്ക്കുന്ന മീൻകറി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ചട്ടിയിൽ തന്നെ വയ്ക്കുന്നത്. നിങ്ങൾ വല്ലപ്പോഴും ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കി നോക്കണം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെയും പച്ചപ്പൊക്കെ മാറട്ടെ. അപ്പോൾ ഞാൻ ഇതിലൂടെ അരപ്പ് ചേർക്കുകയാണ്. ഇതിൽ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് ഒഴിക്കുക. ഉപ്പ് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ ഇത്ര 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഞാൻ തിളച്ച് വരട്ടെ. കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കുടംപുളിയാണ്. നാടൻ പുളിയാണെങ്കിൽ നിങ്ങൾക്ക് അരപ്പിൽ കൂടെ അരച്ച് ചേർക്കാം. അപ്പോൾ കുടംപുളി ആയതുകൊണ്ട് ചില സ്ഥലത്ത് പിണംപുളി എന്ന് പറയും. വെള്ളത്തിലിട്ടിട്ടിരിക്കുകയാണ്. 4-5 കഷ്ണം ഞാൻ അത് കൂടുതൽ ചേർക്കുകയാണ്. അപ്പോൾ ഇനി അരപ്പ് ഒന്ന്
തിളയ്ക്കപ്പോഴേ നമ്മളിതിൽ മീൻ ചേർക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നല്ലതുപോലെ തിളച്ച് വന്നു നമ്മൾ അരപ്പ്. അപ്പം നമുക്ക് ഇതിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മീൻ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീസുകളാക്കിയിട്ടില്ല, തല മാത്രം മുറിച്ച് കളഞ്ഞിട്ട് മുഴുവനും എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം വെച്ച് ഇതിനെ അടച്ചു കൊടുക്കാം. അപ്പം നിങ്ങളെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. തേങ്ങ ഇല്ലെങ്കിലും ഒരു കറി എങ്ങനെ ഉണ്ടാക്കാം. ഇനി നമുക്ക് പയ്യെ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ കഷ്ണവും പയ്യെ ഇതേപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അത് നമ്മുടെ മീൻ കറി റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ മല്ലിയിലയും കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി ഇതാ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചുവന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബിൽ ഒന്ന് അമർത്തി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും.